ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. ഒരു 25,000 രൂപ റേഞ്ചിൽ നിങ്ങൾ ബെസ്റ്റ് വാല്യൂ ഫോർ മണി ഫോൺസ് ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഇപ്പം ആ റേഞ്ചിൽ വരുന്ന ഒരു ഫോൺ എന്ന് പറഞ്ഞാൽ ഒന്ന് iQOO Z9s Pro. അതിൻ്റേതായിട്ട് തന്നെ റീബ്രാൻഡ് ആയിട്ടുള്ള വിവോ T3 പ്രോവും വരുന്നുണ്ട്. ഇത് രണ്ടും ആ റേഞ്ചിലെ ബെസ്റ്റ് വാല്യൂ ഫോർ മണി ഫോണാണ്. എന്നാൽ ഇപ്പം റീസെൻ്റായിട്ട് പുതിയൊരു ഫോൺ കൂടെ ആ റേഞ്ചിൽ വന്നിട്ടുണ്ട്. അതായത് റെഡ്മിയുടെ Note 40 Pro എന്ന മോഡൽ സെയിം പ്രൈസ് പോയിൻറ്റിൽ. അപ്പോൾ ഇതിലേത് വാങ്ങണം? കാരണം ഇത്ര നാളും ആ ഒരു പ്രൈസ് പോയിൻറ്റിൽ അതായിരുന്നു ബെസ്റ്റ്, iQOO അല്ലെങ്കിൽ വിവോ. ഇപ്പോൾ ആ റേഞ്ചിൽ റെഡ്മി കൂടെ വന്നിട്ടുണ്ട്. അപ്പം ഇതിലേത് വാങ്ങുന്നുണ്ടെങ്കിൽ അപ്പോൾ ജസ്റ്റ് നമുക്ക് ഈ രണ്ട് ഫോൺ തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, രണ്ടിൻ്റെയും പ്രൈസ് സെയിം ആണ്. അത് 8GB 128GB ആണ് രണ്ടിൻ്റെയും ബേസ് മോഡൽ. അതിൻ്റെ പ്രൈസ് 24,999 തന്നെയാണ് വരുന്നത്. സോ രണ്ടിൻ്റെ അല്ല മൂന്നിൻ്റെയാണ്. അപ്പം ഞാനിവിടെ iQOO വിവോ അങ്ങനെ പറയുന്നില്ല, iQOO മാത്രമേ പറയുന്നുള്ളൂ. കാരണം രണ്ടും സെയിം ആണ്, ഒരു വ്യത്യാസമില്ല, ഡിസൈൻ അടക്കം സെയിം ആണ്. സോ iQOO ഇവിടെ പറയാം, വിവോ പറയുന്നില്ല. എന്നാലും നിങ്ങൾക്ക് വിവോ ആണെന്നുണ്ടെങ്കിൽ വിവോ എടുക്കാൻ പോയിട്ട്, പക്ഷേ കൂടുതൽ പേര് വിവോനെയും കാട്ടിയും iQOO ആണ് പ്രിഫർ ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് iQOO വെച്ച് കമ്പയർ ചെയ്യുന്നത്. മൂന്നെണ്ണമായിട്ട് കമ്പയർ ചെയ്യുന്ന പോലെ വിചാരിച്ചാൽ മതി. കാരണം വിവോനെ പറയുന്നില്ല എന്നതിൽ. സോ വിവോ ഫോൺ കൂടിയാണ് സെയിം. അപ്പോൾ പ്രൈസ് സെഗ്മെൻറ്റ് സെയിം ആണ്. ദെൻ ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിസ്പ്ലേ പറ്റി ഡിസൈൻ വൈസ് പറയുകയാണെങ്കിൽ കാണാൻ രണ്ടും അത്യാവശ്യം കൊള്ളാം, കുഴപ്പമൊന്നും പറയാനില്ല. രണ്ടും വീഗൽ ലെതർ ഫിനിഷ് ആയിട്ട് തന്നെയാണ് വരുന്നത്. കാണാനൊക്കെ അത്യാവശ്യം നൈസായിട്ടുണ്ട്. ബട്ട് എനിക്ക് പേഴ്സണലി കുറച്ചും കൂടെ ഡിസൈനിൽ ഇഷ്ടപ്പെട്ടത് iQOO ഡിസൈനാണ്. കാരണം ആ ഒരു ഡിസൈനൊക്കെ പറയുന്നത് അവരുടെ ഫ്ലാഗ്ഷിപ്പ് ഫോണിലടക്കം ഇപ്പം ഇറങ്ങിയ iQOO 13 വരുന്ന ഓൾമോസ്റ്റ് ആ ഒരു ക്യാമറ മൊഡ്യൂളൊക്കെ തന്നെയാണ് ഇതിനും വരുന്നത്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചും കൂടെ പേഴ്സണലി ഇഷ്ടപ്പെട്ടത് iQOO Z9s Proയുടെ ഡിസൈനാണ് ഈ റെഡ്മി Note 40 Proയെക്കാളും. Note 40 Pro ഒട്ടും കുഴപ്പമൊന്നും, അത് ഓരോ പേഴ്സണലായിട്ട് ഒപ്പീനിയനാണ്. അപ്പോൾ ആ രീതിയിൽ മാത്രം കാണാം. ഞാൻ എൻ്റെ ഇഷ്ടമാണ് പറഞ്ഞത്. അപ്പം എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം iQOO ഫോണാണ്. അപ്പം കളർ വേരിയൻറ്റും iQOOലാണെങ്കിൽ ഒരു ഓറഞ്ച് വരുന്നുണ്ട്, വൈറ്റും കൂടെ വരുന്നുണ്ട്. വിവോയിലാണെങ്കിൽ ഒരു ഗ്രീൻ കളർ കൂടെ വരുന്നുണ്ട്. ആ വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. വൈറ്റൊക്കെ ആണെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ബിൽഡാണ്, വീഗൽ ലെതർ ആയിരിക്കില്ല. ഓറഞ്ചിൽ മാത്രമേ വീഗൽ ലെതർ വരുന്നുള്ളൂ. ഇവിടെ റെഡ്മിയിലാണെങ്കിലും ആ ഒരു സെയിം അവസ്ഥ തന്നെയാണ്. ഇവിടെ ആണെങ്കിൽ ഒരു പർപ്പിൾ, ഗ്രീൻ, ബ്ലാക്ക് ഒക്കെ തന്നെ അതിലും വരുന്നത്. ബ്ലാക്കും ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്കാണ്, പർപ്പിൾ എടുത്തു കഴിഞ്ഞാലായിരിക്കും അതിൻ്റെ വീഗൽ ലെതർ ഫിനിഷ് കിട്ടുന്നത്. സോ എടുക്കുന്നുണ്ടെങ്കിൽ ആ വീഗൽ ലെതർ എടുക്കുക. ബട്ട് എനിക്ക് iQOOൽ കുറച്ചും കൂടെ പേഴ്സണലി ഇഷ്ടപ്പെട്ടത് അതിൻ്റെ വൈറ്റ് കളറാണ്. കാരണം വൈറ്റിൽ അതിൻ്റേതായിട്ടുള്ള പ്രീമിയം ലുക്ക് അതിന് കിട്ടുന്നുണ്ട്. പേഴ്സണൽ ഒപ്പീനിയനാണ്. പിന്നീട് IP റേറ്റിംഗ്, ഇവിടെ റെഡ്മിയിലാണെങ്കിൽ IP68 റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ബട്ട് വിവോയിൽ അല്ലെങ്കിൽ iQOO ഫോണിലാണെങ്കിൽ IP64 റേറ്റിംഗ് മാത്രമേ വരുന്നുള്ളൂ. സോ ബെറ്റർ IP റേറ്റിംഗ് ഇവിടെ റെഡ്മി ഫോണിൽ കിട്ടുന്നുണ്ട്. ആംബുലൻസ് പോകുന്നുണ്ട് കേട്ടോ, അതൊന്ന് പോട്ടെ, പോയി. സോ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ബെറ്റർ IP റേറ്റിംഗ് ഇവിടെ വരുന്നുണ്ട്. അത് മെയിൻ ആയിട്ടുള്ള കാര്യമാണ്. വെള്ളത്തിലൊക്കെ മുക്കിയിട്ടാലും മറ്റേ ഫോണൊന്നും ആവില്ല, റെഡ്മി ഫോണൊന്നും ആവില്ല. മറ്റേത് അങ്ങനെ മുക്കാനൊന്നും പോകണ്ട, ചില പണിയൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. എന്നാലും മുക്കി എന്നൊക്കെ പറഞ്ഞ് വെള്ളം കയറി കഴിഞ്ഞാൽ വാറൻറ്റി കാര്യങ്ങളൊന്നും കിട്ടൂല. സോ അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ അത് ഡ്യൂറബിൾ ആയിരിക്കുന്നേ ഉള്ളൂ. സോ ആ കാര്യത്തിൽ കുറച്ചും കൂടെ ബെറ്റർ നമ്മുടെ റെഡ്മി ഫോണിൽ ആ കാര്യം കിട്ടുന്നുണ്ട്. ഇനി വെയിറ്റ് ആൻഡ് തിക്നെസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ iQOOലാണെങ്കിൽ 185 ഗ്രാം വെയിറ്റും 7.5 mm തിക്നെസ്സും മാത്രമേ വരുന്നുള്ളൂ. ഇനി നേരെ റെഡ്മിയിലേക്ക് വന്നു കഴിഞ്ഞാൽ 190 ഗ്രാം വെയിറ്റും 8.2 mm തിക്നെസ്സും വരുന്നുണ്ട്. സോ അത്യാവശ്യം നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫോൺ എന്ന് പറയുന്നത് iQOO ഫോണാണ്. അതിൽ നോ കൺഫ്യൂഷൻ, ചെറിയ വ്യത്യാസം മാത്രമല്ല, എന്നാലും തിക്നെസ്സിലൊക്കെ അത്യാവശ്യം വലിയ വ്യത്യാസം വരും. അത് വലിയ രീതിയിൽ തിരിയാണെന്ന് പോകുന്നില്ല, എന്നാലും നമ്പർ ഫിഗേഴ്സ് നോക്കുന്ന സമയത്ത് നല്ല ഡിഫറൻസ് അവിടെ വരുന്നുണ്ട്. സോ കുറച്ചും കൂടെ ബെറ്റർ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മോഡൽ എന്ന് പറഞ്ഞാൽ iQOO ഫോണാണ്. അപ്പം നിങ്ങളുടെ പേഴ്സണൽ ഒപ്പീനിയൻ അങ്ങനെ വലിയ ഡിഫറൻസ് ഈ ഡിസൈനും അല്ലെങ്കിൽ ബിൽഡിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഇതില്ല പറയാൻ. ഒരു ബിൽഡ് ക്വാളിറ്റി എക്സ്ട്രാ ഉണ്ടെന്ന് പറയും. പക്ഷേ IP68 റേറ്റിംഗ് റെഡ്മിയിൽ വരുന്നുണ്ട്. അതാ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് റെഡ്മി ഫോൺ ആ കാര്യത്തിൽ നിൽക്കുന്നുണ്ട്. സോ അതാണ് മെയിൻ പോയിന്റ്. ദെൻ രണ്ടിൻ്റെയും ഡിസ്പ്ലേ. ഫസ്റ്റ് ഓഫ് ഓൾ iQOOലേക്ക് വന്നു കഴിഞ്ഞാൽ 6.77 ഇഞ്ച് വരുന്നൊരു ഫുൾ HD AMOLED ആയിട്ടുള്ള 120 Hz കർവ്ഡ് ആയിട്ട് ഡിസ്പ്ലേ വരുന്നുണ്ട്. 4500 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസും വരുന്നുണ്ട്. സ്കോഡ് സെൻസേഷൻ്റെ ആണ് പ്രൊട്ടക്ഷൻ ആയിട്ട് വരുന്നത്. ഇനി റെഡ്മിയിലേക്ക് വന്നു കഴിഞ്ഞാൽ 6.67 ഇഞ്ച് വരുന്ന ഒരു 1.5K റെസൊല്യൂഷനുള്ള ഒരു AMOLED 120 Hz ഡിസ്പ്ലേ ആണ്. അതും 3D കർവ്ഡ് ആണ്. 3000 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസും വരുന്നുണ്ട്. കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2 പ്രൊട്ടക്ഷനാണ് വരുന്നത്. സോ ബെറ്റർ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. ബെറ്റർ റെസൊല്യൂഷൻ 1.5K റെസൊല്യൂഷൻ വരുന്നുണ്ട്. സോ
എന്തുകൊണ്ടും റെഡ്മിയാണ് ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ബെസ്റ്റ്. അതിന് നോ കൺഫ്യൂഷൻ. കാരണം ഐക്യൂലാണെങ്കിൽ ഫുൾ HD മാത്രമേ വരുന്നുള്ളൂ, പ്രൊട്ടക്ഷനും സ്കോർ സെൻസേഷൻ മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ വിൻ ചെയ്തിട്ടുള്ളത് റെഡ്മിയാണ്, നോ ഡൗട്ട്. ക്ലിയർ അല്ല, അതിനെപ്പറ്റി കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമില്ല. ഇവിടെ ബെസ്റ്റ് ഡിസ്പ്ലേ പ്രൊവൈഡ് ചെയ്യുന്നത് റെഡ്മി ഫോണിലാണ്. ദെൻ ക്യാമറ, രണ്ടിലും ഒരു 15 MB പ്രൈമറി ക്യാമറ തന്നെയാണ് വരുന്നത്. പിന്നീട് 8 MB അൾട്രാ വൈഡും രണ്ട് ഫോണും സെയിം ആയിട്ട് തന്നെ വരുന്നുണ്ട്. ബട്ട് ക്യാമറ റിവ്യൂസൊക്കെ നോക്കാം. പിന്നീട് ഏതാണ് ഐക്യൂലാണെങ്കിൽ ഫ്ലിക്കറിങ് ആയിട്ടുള്ള ലെൻസ് വരുന്നുണ്ട്. നേരെ മറ്റേ ഏതാണ് റെഡ്മിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ വരുന്നത് ഒരു മറ്റേ മാക്രോ ലെൻസും കൂടെ വരുന്നുണ്ട്. രണ്ടും ഉപയോഗമൊന്നും ഇല്ലാതെ ഫ്ലിക്കറിങ് പിന്നെയും ഇല്ല, രണ്ടും വലിയ യൂസ്ഫുൾ ഇല്ല. എന്നാലും ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ഉണ്ടെന്ന് പറയാൻ വേണ്ടി മാത്രമായിട്ട് 3 ക്യാമറ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. വലിയ യൂസ്ഫുൾ ആ കാര്യത്തിലില്ല. ഇനി സെൽഫിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഐക്യൂലാണെങ്കിൽ ഒരു 16 MB സെൽഫി ക്യാമറ വരുന്നുണ്ട്. റെഡ്മിയിലാണെങ്കിൽ ഒരു 20 MB സെൽഫി ക്യാമറ അവിടെയും കൊടുത്തിട്ടുണ്ട്. സെൽഫി ക്യാമറയിൽ രണ്ടിലും ഒരു ഫുൾ HD മാത്രമേ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതും ഐക്യൂലാണെങ്കിൽ 13 FPS മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. റെഡ്മിയിലാണെങ്കിൽ 16 FPS ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഫ്രണ്ട് ക്യാമറ ആണെങ്കിൽ രണ്ടിലും 4K സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബട്ട് റെഡ്മിയിൽ 4K 13 FPS ആണ്. ബട്ട് ഐക്യൂലാണെങ്കിൽ 4K 16 FPS ഉള്ള വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. സോ ആ കാര്യം അല്ലെങ്കിൽ വീഡിയോഗ്രാഫിയുടെ കാര്യത്തിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് പറയാനുള്ളത് ഐക്യു ആണ്. ബട്ട് ഇവിടെ റെഡ്മിയിൽ സെൽഫി ക്യാമറ 16 FPS കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിനെക്കാട്ടും കുറച്ചും കൂടെ യൂസ്ഫുൾ ആവുന്നത് റിയർ ക്യാമറയിൽ 16 കൊടുക്കുന്നതാണ്. സോ വീഡിയോഗ്രാഫിയിൽ ഞാൻ കുറച്ചും കൂടെ പേഴ്സണലി പ്രിഫറൻസ് കൊടുക്കുന്നത് ഐക്യു ഫോൺസിലാണ്. ബട്ട് നിങ്ങൾ റിവ്യൂസൊക്കെ നോക്കിയിട്ട് മാത്രം പോയി എടുക്കുക. ഇതിലൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. 16 FPS ഉണ്ടാകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള സ്മൂത്ത്നെസ് ആ വീഡിയോ ഒക്കെ എന്തായാലും ഉണ്ടാവും. ബട്ട് എന്തായാലും ക്യാമറ റിവ്യൂസൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാണോ പെർഫെക്റ്റ് ആയിട്ട് തോന്നിയത് അത് മാത്രം പോയിട്ട് എടുക്കാം. സ്പെസിഫിക്കേഷൻ നോക്കിയിട്ട് മാത്രം പോയി എടുക്കരുത്. എന്നാലും രണ്ട് ഫോണിനും അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്യാമറ എന്തായാലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ആ കാര്യത്തിൽ നോ ഡൗട്ട്. എന്നാലും നമുക്ക് രണ്ടിനും ഓൾമോസ്റ്റ് സെയിം ആയിട്ടുള്ള ലെവൽ തന്നെ കൊടുക്കാം. രണ്ടും അത്യാവശ്യം നല്ല ക്യാമറാസ് വരുന്നുണ്ട്. ദെൻ പെർഫോമൻസ് ആണല്ലോ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം ഒരു ഫോണിൻ്റെ. പെർഫോമൻസ് റേഞ്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഐക്യൂലാണെങ്കിൽ കോൾകോം സ്നാപ്ഡ്രാഗൻ്റെ 7 Gen 3 എന്ന ചിപ്പ് സെറ്റ് വരുന്നുണ്ട്. നേരെ റെഡ്മിയിലേക്ക് വന്നു കഴിഞ്ഞാൽ MediaTekൻ്റെ Dimensity 7300 അൾട്ര എന്ന പ്രോസറാണ് വരുന്നത്. ആൻഡ് ടു സ്കോറിൻ്റെ കാര്യത്തിൽ വലിയ ഡിഫറൻസ് വരുന്നുണ്ട്. ഐക്യൂലാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 8 lakhൻ്റെ ആ റേഞ്ചൊക്കെ തന്നെ ആൻഡ് ടു സ്കോർ കിട്ടുന്നുണ്ട്. റെഡ്മിയിലാണെങ്കിൽ ഒരു 6.5 lakh ആ റേഞ്ച് മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് പെർഫോമൻസിലോ ഏകദേശം ഒരു ഫിഗർ കിട്ടുന്നുണ്ടാവില്ല. ഏതിലാണ് ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് കിട്ടുന്നുള്ളത് ഐക്യു ആണ്. ഈ ആൻഡ് ടു സ്കോർ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം അതിൻ്റെ ഒരു പവർ കാണിക്കുന്ന ഒരു ഫിഗറാണ് ഈ പറഞ്ഞ ആൻഡ് ടു സ്കോർ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ബെസ്റ്റായിട്ട് നിൽക്കുന്നത് ഐക്യു ഡിവൈസാണ്. അതെന്നും ഗെയിമിങ്ങിൻ്റെ കാര്യത്തിൽ ഐക്യു ഡിവൈസാണ് ദി ബെസ്റ്റ് പെർഫോമൻസ് എന്ന് പ്രൊവൈഡ് ചെയ്യാറ്. സോ ഇത്തവണയും ഈ ഒരു പ്രൈസ് പോയിന്റിലും റെഡ്മിക്ക് പെർഫോമൻസിൻ്റെ കാര്യത്തിൽ താഴേണ്ടി വന്നു. അപ്പം പെർഫോമൻസ് നോക്കിയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ ഐക്യു പോയി എടുക്കാം. സോ ഇവിടെ ഐക്യു ആണ് ബെറ്റർ ആയിട്ട് വരുന്നത്. പിന്നീട് രണ്ടിലും LPDDR4X റാമും USF 2.2ൻ്റെ സ്റ്റോറേജ് തന്നെയാണ് വരുന്നത്. രണ്ടിലും ആൻഡ്രോയിഡ് 14 തന്നെയാണ്. ഐക്യൂലാണെങ്കിൽ ഫൺ ടച്ച് OS 14 മറ്റേ റെഡ്മിയിലാണെങ്കിൽ ഹൈപ്പർ OS ആയിട്ടാണ് വരുന്നത്. പിന്നീട് അപ്ഡേറ്റ് ഐക്യൂലാണെങ്കിൽ 2 വർഷത്തേക്ക് ആൻഡ്രോയിഡ് അപ്ഡേറ്റും 3 വർഷത്തേക്ക് സെക്യൂരിറ്റി അപ്ഡേറ്റും കിട്ടുന്നുണ്ട്. റെഡ്മിയിലാണെങ്കിൽ 3 വർഷത്തേക്ക് ആൻഡ്രോയിഡ് അപ്ഡേറ്റും 4 വർഷത്തേക്ക് സെക്യൂരിറ്റി അപ്ഡേറ്റും കിട്ടും. സോ 1 വർഷം എക്സ്ട്രാ അതിൽ വരുന്നുണ്ട്. സോ അതും കൂടെ നോക്കുക. ആൻഡ്രോയിഡ് ആണെങ്കിലും മറ്റ് സെക്യൂരിറ്റി ആണെങ്കിലും 1 വർഷം എക്സ്ട്രാ കിട്ടുന്നുണ്ട്. സോ പെർഫോമൻസ് എന്തായാലും ബെറ്റർ ആയിട്ട് നിൽക്കുന്നത് ഐക്യു തന്നെയാണ്, നോ ഡൗട്ട്. ദെൻ ബാറ്ററി 5500 mAh ബാറ്ററിയാണ് രണ്ട് ഫോണിൽ വരുന്നത്. ബട്ട് ഫാസ്റ്റ് ചാർജിൻ്റെ കാര്യത്തിൽ ഐക്യൂലാണെങ്കിൽ 80 വാട്ട് കിട്ടുന്നുണ്ട്. റെഡ്മിയിലാണെങ്കിൽ 45 വാട്ട് മാത്രമേ കിട്ടുന്നുള്ളൂ. അവിടെയും ഐക്യു കയറി കൊളുത്തിയിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ ആയിട്ട് പറയുകയാണെങ്കിൽ രണ്ട് ഫോണും തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് എന്നൊക്കെ പറയുന്നത് ഡിസ്പ്ലേയിൽ ബെറ്റർ ആയിട്ട് വരുന്നത് ഏതാണ് റെഡ്മിയാണ്. കാരണം ബെസ്റ്റ് ഇൻ ക്ലാസ് ആയിട്ടുള്ള ഡിസ്പ്ലേ റെഡ്മി ഫോണിൽ കിട്ടുന്നുണ്ട്. പെർഫോമൻസിൽ ഐക്യു ആണ്. ഐക്യൂയുടെ ആ ലെവലൊന്നും എന്തായാലും റെഡ്മിക്ക് എത്താൻ പറ്റിയിട്ടില്ല. സോ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഐക്യു തന്നെയാണ് ബെറ്റർ. ബാറ്ററി രണ്ടും സെയിം ആണ്. ബട്ട് ഫാസ്റ്റ് ചാർജിൻ്റെ കാര്യത്തിലും ഐക്യു ആണ് ബെറ്റർ. ബട്ട് റെഡ്മി ഫോണിൽ IP68ൻ്റെ ഒരു IP റേറ്റിംഗ് എക്സ്ട്രാ വരുന്നുണ്ട്. അപ്പോൾ ഓവറായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്
നിങ്ങൾ മെയിൻലി പെർഫോമൻസ് നോക്കിയിട്ടാണ് അല്ലെങ്കിൽ മെയിൻലി ഗെയിമിംഗ് ആണ് നിങ്ങളുടെ മെയിൻ പ്രയോറിറ്റി എന്നുണ്ടെങ്കിൽ ഗോ ഫോർ IQ. അല്ല നിങ്ങൾക്ക് ഗെയിമിംഗ് അങ്ങനെയൊന്നും വേണ്ട, അത്യാവശ്യം കുഴപ്പമില്ലാത്ത പെർഫോമൻസ് മാത്രം മതി, ബട്ട് നല്ല ഡിസ്പ്ലേ വേണം എന്നുണ്ടെങ്കിൽ മാത്രം റെഡ്മിയിലേക്ക് പോവാം. എല്ലാത്ത രീതിയിൽ എനിക്ക് തോന്നുന്നു ബെറ്റർ ഡിവൈസ് എന്ന് പറഞ്ഞാൽ IQ Z9s Pro തന്നെയാണ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത്. സോ നിങ്ങളുടെ യൂസ്ഫുൾ അനുസരിച്ച് നിങ്ങൾ ഇതിൽ സെലക്ട് ചെയ്യുക. മെയിനായിട്ട് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ റെഡ്മിയിലാണെങ്കിൽ IP68 റേറ്റിംഗ് വരുന്നുണ്ട്, ബെറ്റർ ഡിസ്പ്ലേ വരുന്നുണ്ട്, ആ കാര്യം മാത്രമേ അതിൽ വരുന്നുള്ളൂ. IQ ആണെങ്കിൽ ബെറ്റർ പെർഫോമൻസ് വരുന്നുണ്ട്, ബെറ്റർ ഫാസ്റ്റ് ചാർജറും കൂടെ വരുന്നുണ്ട്, ആ ഡിഫറൻസ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് വേണ്ട, പെർഫോമൻസ് ആണെങ്കിൽ നിങ്ങൾ IQ എടുത്തു, അല്ലാത്ത രീതിയിലാണെങ്കിൽ നിങ്ങൾക്ക് മറ്റേതും ചൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഡിസ്പ്ലേ ഒക്കെ മെയിൻ വേണോ, IP റേറ്റിംഗ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അത് പോയി എടുക്കാം. അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പം ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് അഭിനവ് സൈനിങ് ഓഫ്. ബൈ.